ഹലോ ഹായ്. അങ്ങനെ ഒരു ഇൻട്രോഡ് കൂടിയാണ് നമ്മൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഹലോ മമ്മി എന്ന് പറയേണ്ടി വരും. മമ്മിക്ക് ഹലോ പറഞ്ഞതല്ല, ഹലോ മമ്മി എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമ കണ്ടിറങ്ങി. ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മി, അതുപോലെ തന്നെ ജഗദീഷ്, ജോണി ആന്റണി, ജോമോൻ, പിന്നെ എന്താ പറയുക, സണ്ണി ഹിന്ദുജ എന്ന് പറയുന്ന ഹിന്ദി ആക്ടർ. അങ്ങനെ വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ വേറൊരു കഥാപാത്രമുണ്ട്. അതൊരു ഒന്നൊന്നര കഥാപാത്രമായിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അത് പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം, അതൊരു അടാറ് പരിപാടിയായിരുന്നു. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖ് ഏലൻസ്, അതുപോലെ തന്നെ തിരക്കഥ ചെയ്തിരിക്കുന്നത് സാൻജോ ജോസഫ്, ക്യാമറ പ്രവീൺ കുമാർ, എഡിറ്റർ ചമൻ ചാക്കോ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി ഒരു സിനിമ. നമ്മളൊരു പ്രതീക്ഷിക്കാതെ ഒരു നല്ലൊരു സിനിമ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം സിനിമ കണ്ടിറങ്ങിയപ്പോഴുണ്ടായിരുന്നു. സിനിമ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കോമഡി പ്ലസ് ഫാൻറ്റസി പ്ലസ് ഒരു മിസ്റ്ററി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹൊറർ, അങ്ങനത്തെ ഒരു ഗണത്തിൽപ്പെടുന്ന ഹൊറർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഭയങ്കരമായ ഹൊറർ അല്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണ് സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യം, ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഹൊറർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്റ്ററി ട്രാക്കുള്ള ഒരു സിനിമയിൽ കോമഡി ട്രാക്ക് ബ്ലെൻഡ് ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ളത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അത് ഈ സിനിമയിൽ ഗംഭീരമായിട്ട് വർക്കാവുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ എന്താ പറയുക, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സിനെ കാണിച്ചുകൊണ്ടാണ്, ഷിംലയിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു മിസ്റ്ററി, ഒരു രഹസ്യ സ്വഭാവം ഉണ്ട് സിനിമയ്ക്ക് എന്നുള്ളത് നമുക്ക് തുടക്കത്തിൽ മനസ്സിലാവുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നേരെ നാട്ടിൽ നമ്മുടെ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ബേസിക് ഒരു എന്താ പറയുക, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കുടുംബത്തിലെ ഒരു യുവാവിൻ്റെ ഒരു ക്യാരക്ടർ കാണിച്ചു തരുന്നു. അയാളുടെ ഫാമിലിയും മറ്റുമൊക്കെ ഇങ്ങനെ അത് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കാണിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് ഒരു രഹസ്യ സ്വഭാവമുള്ള സാധനത്തിൽ നിന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് കോമഡി ട്രാക്കിലോട്ട് പോകുന്നു. അപ്പോൾ തുടക്കം ഞാൻ തിയേറ്ററിലിരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്നത് രണ്ടുപേര് കുടുകുടാ എന്ന് ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിന് മാത്രം എന്താണ് ഇത് ചിരിക്കാനുള്ളത്, എൻ്റെ ക്രൂ മെമ്പേഴ്സിലുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് അയ്യേ എന്നുള്ളൊരു മൈൻഡിലിരിക്കായിരുന്നു. കുറച്ചങ്ങ് കഴിഞ്ഞതിന് ശേഷം ഈ കോമഡി ട്രാക്ക് കുറച്ചുകൂടി അങ്ങ് ഓപ്പൺ ആയപ്പോൾ അവരെക്കാൾ കൂടുതൽ ചിരിച്ച് ആസ്വദിച്ചത് ഞാനായിരുന്നു. ഗംഭീരമായിട്ട് കോമഡികൾ വർക്കായിട്ടുണ്ട്. ഷറഫുദ്ദീൻ ഒറ്റയ്ക്ക് മതി, അയാളൊരു ഗംഭീര ആർട്ടിസ്റ്റാണ്. അത് പറയാൻ കാരണം തുടക്കത്തിലുള്ള കോമഡി ട്രാക്കുകൾ പോയിട്ട് സിനിമ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം മിസ്റ്ററി ഒരു സാധനം കാണിച്ചു, പിന്നെ കോമഡി ട്രാക്കിലേക്ക് പോകുന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇൻ്റർവെല്ല് വരെ ഒട്ടാറ് കോമഡിയാണ്. ആ കോമഡി കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് ശേഷം പതിയെ സീരിയസ് ട്രാക്കിലേക്ക് മാറുന്നു, പിന്നെ അവിടെ നിന്ന് പ്രധാനപ്പെട്ട മിസ്റ്ററി ട്രാക്കിലേക്ക് സിനിമ മാറുന്നു. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഷറഫുദ്ദീൻ്റെ കാര്യം പറഞ്ഞെടുത്ത് ആ കോമഡി ട്രാക്കിലേക്ക് അയാൾ ഗംഭീരമായിട്ട് ആ രീതിയിൽ പെർഫോം ചെയ്തിട്ട് സീരിയസ് ഒരു ട്രാക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹം കുറേം കൂടി ബ്ലെൻഡ് ചെയ്ത് പെർഫോം ചെയ്തിരിക്കുന്നു. പിന്നെ ഐശ്വര്യ ലക്ഷ്മി ആസ് യൂഷ്വൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ഈ അടുത്ത കാലത്തെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് നോക്കിയാൽ അറിയാമല്ലോ, ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. ജോമോൻ ചൗധരി ചെറിയൊരു ക്യാരക്ടർ. പിന്നെ അജു വർഗീസിൻ്റെ ക്യാരക്ടർ എനിക്ക് ആസ് യൂഷ്വൽ തുടക്കത്തിൽ എനിക്കൊരു വെറുപ്പിരി ക്യാരക്ടർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒട്ടും പ്രാധാന്യം ഇല്ലാത്തൊരു ക്യാരക്ടറാണ് അജു വർഗീസിൻ്റെ, ഒരു കാര്യമില്ല. പിന്നെ പ്രധാനപ്പെട്ട ആ ക്യാരക്ടറിലായിട്ട് ബിന്ദു പണിക്കർ, എൻ്റെ മോനെ കാഞ്ചമ്മ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ബിന്ദു പണിക്കർ ചെയ്തിരിക്കുന്നത്. ഗംഭീര സ്വാഗതം. നമ്മൾ ഈ സ്വാഗം സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മളൊരു എന്താ പറയുക, ഹീറോ പരിവേഷം കൊടുക്കുന്ന ആളുകൾക്ക് പറയുന്നതാണ്. ഇത് ബിന്ദു പണിക്കർ അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ ഒരു ഗംഭീര പരിപാടിയായിട്ടാണ്. അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. അത് സീരിയസ് കഥാപാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് എലവൻസ് തമാശയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിൽ. അത് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറുമാണ്. എന്നാൽ അതിനകത്ത് അത് സ്പോയിലർ ആവും എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ക്യാമറയിലോട്ട് വരുമ്പോൾ നല്ല റിച്ചുള്ള ഫ്രെയിമുകൾ, കൂടുതലും എന്താ പറയുക, ഇൻഡോർ ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. വീടിനകത്താണ് സിനിമ കൂടുതൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലോസപ്പ് ഷോട്ടുകളൊക്കെയാണ്. പക്ഷേ ആ ഉള്ള സാധനങ്ങളെല്ലാം നല്ല റിച്ച് ആയിട്ടുള്ള ഫ്രെയിമുകളും, അതുപോലെ തന്നെ എഡിറ്റിങ് വരുമ്പോൾ നല്ല കളറ്, നല്ല റിച്ച് ആയിട്ടുള്ള കളർ പാലറ്റൊക്കെ തന്നെയാണ്, നല്ല കളർ ടോണൊക്കെ തന്നെയാണ് പിടിച്ചേക്കുന്നത്. പിന്നെ മ്യൂസിക്കിൽ ജെയ്ക്സ് ബിജോയ് അടിപൊളി പരിപാടിയാണ്. ചില ഒബ്ജക്റ്റുകളൊക്കെ ഫോക്കസ് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹം കൊടുത്തിട്ടിരിക്കുന്ന ഒരു ട്രാക്ക് പരിപാടിയൊക്കെ നമുക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
സിനിമ ടോട്ടലി എന്താ പറയുക, ഒരു പെർഫോമൻസ് വൈസും ടെക്നിക്കൽ വൈസും എനിക്ക് നന്നായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഹിന്ദി ടെലിവിഷനിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള സണ്ണി ഹിന്ദുജ എന്ന് പറയുന്ന ആക്ടറുടെയും പെർഫോമൻസ് വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സിനിമ പറയുന്നത് ഈ പറയുന്ന ഒരു ടിപ്പിക്കൽ ഒരു യുവാവിൻ്റെ ഒരു കഥ. പിന്നെ കല്യാണം, ഐശ്വര്യ ലക്ഷ്മിനെ കല്യാണം കഴിക്കുന്നു. പിന്നെ അവിടെ ലൈഫിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്കാണ് സിനിമ നീങ്ങുന്നത്. എന്താ പറയുക, ഒരുപാട് ചിരിക്കാനുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇമോഷൻ, നമ്മൾ നമ്മുടെ ഉറ്റവരായിട്ടുള്ള വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ കുറേ ഓർമ്മകളും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ലോജിക്കൊന്നും നോക്കാൻ പറ്റില്ല. അങ്ങനെ സിനിമയിൽ അങ്ങനെ ഒരുപാട് ലോജിക്ക് നോക്കി കാണേണ്ട ഒരു സിനിമയല്ല. അങ്ങനെ മരണത്തിന് ശേഷം ഒരാളുടെ ഇമോഷനൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് സിനിമയിൽ. അപ്പോൾ നല്ലൊരു സിനിമ, പ്രതീക്ഷിക്കാതെ നല്ലൊരു സിനിമ കണ്ട എൻ്റെ ഒരു സന്തോഷമുണ്ട്. മറ്റൊരു സിനിമയായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.